ഫീസ് ഊരാനും ഒറ്റ കാരണം മതി. അതുകൊണ്ട് ദൈവത്തോർത്ത് എന്നെ അങ്ങനെ പറയരുത്. അച്ഛൻ മക്കളോട് പറയും, മക്കളെ നുണ പറയുന്നുണ്ട്. അപ്പുറം ഇരുന്നേച്ച് പറയും ഞാൻ UK-ലാന്ന്. കൊച്ചു ഞെട്ടിപ്പോവും. അയ്യോ, അപ്പം അച്ഛനല്ലേ പറഞ്ഞ് നുണ പറയുന്നത്. ഇങ്ങനെ ചില അവസരങ്ങളിൽ നുണ പറയാം. ഈ കൊച്ചൊരു കാര്യം ചെയ്യും, തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അമ്മ വിളിക്കും, മോളെ എവിടെയാ? ഞാൻ കമ്പൈൻ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുക. അടുത്തിരിക്കണ പയ്യനൊന്ന് ഞെട്ടും. പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനിവിടെ ജഡമായിട്ട്. അതിന് നിങ്ങൾ സമാധിന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അതിലും വലിയ സമാധിന്ന് വിളിക്കുക, എന്ത് വേണമെങ്കിലും വിളിച്ചോ, ജഡമായി. കാരണം ഇനി എൻ്റെ ഭാവം മാറണമെന്നുണ്ടെങ്കിൽ ഈ സാക്ഷാൽ ഇന്ദ്രദേവൻ വരേണ്ടി വരും. അത് വരില്ല അങ്ങനെ. കാരണം എൻ്റെ കൂടെ ശിവനിരിപ്പുണ്ട്. അത് അങ്ങയുടെ തപശക്തിയാണ്. അത് പൊതു സദസ്സിൽ അങ്ങ് സമ്മതിക്കുക. അങ്ങ് ബ്രഹ്മത്തെ കണ്ട ആളാണ്. വേണ്ട, നിങ്ങളുടെ മകളെ ഒരുത്തിന് കുറച്ചു നേരം ഇങ്ങനെ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടാവുമോ? അപ്പോൾ അത് തന്നെയല്ലേ നമ്മൾ ചെയ്യണത്. അപ്പോൾ എനിക്കിരുന്ന് സ്കാൻ ചെയ്യാൻ എൻ്റെ മകളെ ആരും സ്കാൻ ചെയ്യാൻ പാടില്ല. അതെന്ത് കച്ചവടം? അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് വേണ്ട ഒരു സന്ദേശമാണ്. ഞാൻ എങ്ങനെയാണോ കാണുന്നത് അത് നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. ഇത് ഞാനിങ്ങനെ ട്യൂൺ ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ആക്കിയെടുത്തതൊന്നുമല്ല. അത് ഞാൻ ധ്യാനത്തിൻ്റെ ഈ അവസ്ഥയിലെത്തിയപ്പോൾ ഒരു സ്ഥിതപ്രജ്ഞത ഉള്ളിൽ വന്നു. എനിക്കിപ്പോൾ എല്ലാവരും സഹോദരിയായിട്ട് കാണാൻ വരണ്ട്. നിങ്ങളുടെ കയ്യിൽ മൊബൈലില്ലേ? എൻ്റെ നമ്പർ കയ്യിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളൊന്ന് വിളിച്ച് നോക്ക്, ഞാൻ വേറെ ഏതെങ്കിലും ഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും അറിയാവുന്നവരെ കൊണ്ട് വിളിപ്പിച്ചോ. എൻ്റെ ഭാവം മാറില്ല. കാരണം ഇനി എൻ്റെ ഭാവം മാറണമെന്നുണ്ടെങ്കിൽ ഈ സാക്ഷാൽ ഇന്ദ്രദേവൻ വരേണ്ടി വരും. അത് വരില്ല അങ്ങോട്ട്. കാരണം എൻ്റെ കൂടെ ശിവനിരിപ്പുണ്ട്. അപ്പോൾ ശിവഭഗവാൻ കൂടെ ഉള്ളപ്പോൾ ഇന്ദ്രദേവൻ അവിടെ വരില്ല. ശിവഭഗവാൻ അറിയാം, അല്ല ഇന്ദ്രഭഗവാൻ അറിയാം ശിവഭഗവാനെ തൊട്ടാ പണിയാന്ന്. അപ്പോൾ എല്ലാം നമ്മളിലാണുള്ളത്, ഒന്നും പുറത്തല്ല. എനിക്ക് ആ ക്ഷേത്രത്തിലല്ല ശിവഭഗവാൻ ഇരിക്കുന്നത്. ഏത് ക്ഷേത്രമാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ വന്നിച്ചു ഇല്ലേ, ഞാൻ ശരീരരൂപമെടുത്ത് ഭൂമിയിൽ കൊണ്ടേക്കണതാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കർമ്മഫലങ്ങളും ഇതെല്ലാം ബാധകമാണ്. അപ്പം ഞാൻ ദൈവത്തെ കാണുമ്പോൾ, ദൈവത്തിൻ്റെ രൂപത്തെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ ചൈതന്യത്തെയാണ് ഞാനൊന്നിങ്ങനെ തൊട്ടത്. അവിടെ ബാഹ്യമായിട്ടുണ്ട്. എനിക്കതിൻ്റെ ഉള്ളിൽ പോകണമെന്നോ അവിടെ പ്രാർത്ഥിക്കണമെന്നോ. പക്ഷേ ഇത് നമ്മൾ പരമ്പരകളായിട്ട് ചെയ്യണം. അതിന് നേരെ മറിച്ചിട്ട് വരുമ്പോൾ ഏത് ദൈവം എന്ന് ഞാൻ പറയാം. നിങ്ങളും വിചാരിക്കുക, എടാ പുള്ളി, ഈ പുള്ളി ഇത്രയും അറിവൊക്കെ ഉണ്ടായിട്ട് ദൈവത്തെ ധിക്കരിക്കണവനാണല്ലോ. പിന്നെ നമുക്കും ധിക്കരിക്കാം. ഞാനെല്ലാം നിങ്ങളെ കാണിച്ചു തരിക. ഇനി എനിക്ക് വേണ്ടിയിട്ടല്ല. എൻ്റെ എല്ലാം മനസ്സിലായി. ഇപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഇവിടെ ചോദിച്ചത്. അപ്പോൾ എൻ്റെ എളിമയല്ല ഞാനീ പറഞ്ഞത്. ഞാൻ ഒരാളുടെ രോഗം എടുത്ത് മാറ്റുകയല്ല ചെയ്യണത്. രോഗം നിങ്ങൾക്ക് വരാൻ കാരണം നിങ്ങളുടെ കർമ്മഫലമാണ്. ഇപ്പം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും പ്രോഗ്രാമിന് വരുമ്പോൾ വീട്ടിലെ വേസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. നിങ്ങൾ എൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നോക്കി, എന്നിട്ട് ഞാൻ റോഹിതിനടുത്തോട്ട് പോകും. പറ്റില്ല. ഞാനിത് വീട്ടിൽ പോകും. ഗുരുജി ഇത് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഗുരുജി കൊണ്ടുപോക്കാം, ഞങ്ങൾക്ക് വേസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയും. പൈസ ഉണ്ടെങ്കിൽ തന്നേരെ ഇല്ലേ? അപ്പോൾ വേസ്റ്റ് ആർക്കും വേണ്ട. അപ്പം നിങ്ങളുടെ കർമ്മഫലം ഞാൻ കൊണ്ടുപോയിട്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ ധർമ്മപത്നിയും കൂടെ ഇത് അനുഭവിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യും? നിങ്ങളുടെ കർമ്മഫലം നിങ്ങളെ കൊണ്ട് തന്നെ എരിയിപ്പിച്ച് കളയുന്ന വിദ്യ ഞാനീ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾ ആരും വിഷമിപ്പിക്കേണ്ട. അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നത് ധർമ്മമാണോ? അത് തെറ്റാ. അപ്പം ഞാൻ പറയുകയാണ്, ഞാനിവിടെ ദൈവമാണ്, എല്ലാവരും പോരെ, ഞാൻ നിങ്ങളുടെ അസുഖമെല്ലാം മാറ്റി തരുമെന്ന് പറഞ്ഞ് ഞാൻ എന്നോട് തന്നെ ചെയ്യണ വഞ്ചനയാണ്. ഞാൻ സത്യം വധാ ധർമ്മം ചരാന്നാണ് എപ്പോഴും പറയണത്. സത്യം എന്താണോ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു, അത് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, അതിനെ ചരിച്ച് ഞാൻ ജീവിക്കുകയാണ്. അതല്ലാത്തത് ഞാൻ പറയണില്ല. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്രത്തിൽ പബ്ലിഷ് ചെയ്ത് ഈ ഗുരുജി വെറുതെ വെടിക്കെട്ട് പറഞ്ഞു കിടക്കണട്ടെ, ഈ പുള്ളി അങ്ങനെ ചെയ്യേണ്ടെന്ന്. സാധ്യമാവില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. അതുപോലൊരു വലിയ ചോദ്യം, വലിയൊരു കാര്യമാണ് ഈ പൈസാറ് പറഞ്ഞത്. തസ്മേ ഗുരുജി ആളുകളുടെ രോഗം മാറ്റുന്നു. ഞാൻ രോഗം മാറ്റില്ല. ഞാൻ അതിൻ്റെ വിദ്യ അവരെ പഠിപ്പിച്ചിട്ട് അവരുടെ രോഗം അവരെ കൊണ്ട് തന്നെ മാറ്റിക്കുക. അവരറിയണില്ല അവരുടെ കഴിവ് എന്താണെന്നോ അസുഖം മാറണതോ. ഇവിടെ ഏതെങ്കിലും ഒരു നല്ല കുറേ അസുഖങ്ങളുണ്ടായിരുന്ന ആരെങ്കിലും ഒന്ന് കൈവക്കാവോ? ഒന്ന് മാറിയത്, മെഡിറ്റേഷനിലൂടെ മാറിയത്? 2 പേരുണ്ട്. തിരിച്ച് വയസ്സായ ഒരു കൈ, അത് ചെറുപ്പക്കാരെങ്കിലും ഉണ്ട് കൈവക്കും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരൊന്നും വേണ്ട. ഇത്തിരി ചെറുപ്പക്കാർ, അവർ പറഞ്ഞ കുറച്ച് സത്യമാണല്ലോ പറയുന്നത്. വയസ്സായൊരു പിന്നെ ഭക്തി മൂത്തിട്ട് ചുമ്മാ പറഞ്ഞാന്ന് നോക്കിയാൽ. ചെറുപ്പക്കാരും ഇല്ലേ? അതെ, അവിടെ ആരെങ്കിലും ആ ചെറുപ്പക്കാർക്കൊന്ന് മൈക്ക് കൊടുത്തേ. ഇതെവിടെ ചെറുപ്പക്കാരി? നിങ്ങൾക്ക് നമസ്തേ. നിങ്ങൾക്ക് എന്ത് അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്, ആ അസുഖം എങ്ങനെയാണ് മാറിയെന്ന് ഈ പൈസാറിനൊന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ വന്ന് മാറ്റുകയാണോ ചെയ്തത്, അത് എങ്ങനെയാണ് മാറിയെന്നൊന്ന് പറഞ്ഞു കൊടുക്കും.
അലർജി, ആസ്മ, ആർത്രൈറ്റിസ് ഇത് മൂന്നും അത്യാവശ്യം പ്രശ്നങ്ങളുള്ള രോഗങ്ങളായിരുന്നു. എനിക്ക് ഫൈബർ ഇൻടോളറൻസ് ഉണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് മാത്രം ശവക്കറി കൂടുതൽ കഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനിപ്പോൾ. എന്നിട്ടിപ്പോൾ മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം, മുമ്പ് എനിക്ക് ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫുഡ് പോയിസൺ ഒക്കെ ആവുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ അസിഡിറ്റി, അപ്പോൾ എപ്പോഴും എനിക്ക് പിന്നെ വിശപ്പ്, തളർച്ച, തലകറക്കം അങ്ങനെയൊക്കെ വരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഒബിസിറ്റിയുടെ വക്കിലെത്തി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മെഡിറ്റേഷന് ശേഷം എനിക്ക് അസിഡിറ്റി കുറവുണ്ട്, വിശപ്പ് കുറവുണ്ട്. ഭക്ഷണം 2 നേരം കഴിച്ചാലും ഒരു ക്ഷീണവും ഇല്ല, തളർച്ചയില്ല. ടൈല് വിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ പച്ചവെള്ളത്തിൽ കുളിച്ചാലും ഒരു കുഴപ്പമില്ല. സൺ മെഡിറ്റേഷനും മൂൺ മെഡിറ്റേഷനും പെരുമഴയത്തിരുന്ന് മഴ നനഞ്ഞ് ആ 3/4 മണിക്കൂർ ഇരുന്നിട്ടും എനിക്കൊരു വിറയലോ പനിയോ ഒന്നും വന്നില്ല. ഇതിൽ പരം ഇനി എന്ത് പ്രൂഫ് തരണമെന്ന് എനിക്കറിയില്ല. എൻ്റെ എല്ലാ അസുഖങ്ങളും കുറവുണ്ട്. താനേ ബോഡി വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. കൂടുതൽ ഞാൻ ആകെ 41 ഡേയ്സിൻ്റെ ഒരു മെഡിറ്റേഷൻ സെഷൻ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ചെയ്യുമ്പോഴത്തേക്ക് പൂർവാധികം ഭംഗിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ആരോഗ്യം എന്തെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഇത്രയും കാലം എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല, മഴ നനയാൻ പറ്റില്ല, അങ്ങനെ ഇരുന്ന ഞാനിപ്പോൾ എത്രയോ ബെറ്ററായി, എത്രയോ ഹെൽത്തിയായി. ഇനിയും കൂടുതൽ ബെറ്റർ ഹെൽത്തിലേക്കാണ് ഈ സമൂഹത്തിനെ കൊണ്ടുപോകാൻ SMS മെഡിറ്റേഷന് കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ. ഇതുപോലെ ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. ഒരു പക്ഷേ അവരാരും എല്ലാവരും ഇവിടെ സന്നിഹിതം അല്ലായിരിക്കാം. ഒരുപാട് പേർക്ക് അനുഭവങ്ങളുള്ളത് കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ ഈ മെഡിറ്റേഷനിൽ പോയത്. എത്രയും കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമസ്തേ ഗുരുജി, നമസ്തേ ഗുരു. എല്ലാവരും സ്തോത്രം പറഞ്ഞേ, അല്ലേ അല്ലൂലേ പറ, ഇല്ലേ വേണ്ടേ? നമസ്കാരം. നമസ്കാരം. ആ ചേച്ചിയുടെ അടുത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് പ്രൊമോട്ടർ ആണോ എന്ന് സംശയം. ഞാൻ പൈസ കൊടുത്താണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ചേച്ചിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ചേച്ചി പലവിധ മെഡിറ്റേഷൻസ് ഉണ്ട്, ചേച്ചി അത് ഫോളോ ചെയ്തിട്ടുണ്ട്, ചേച്ചിയുടെ അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിൽ തസ്മൈ ഗുരുജിയുടെ അനുഗ്രഹം ഒരു ഹേതുവാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ തസ്മൈ ഗുരുജി ഇതിനൊരു കാരണമാണോ? പിന്നെ ഗുരുജി വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രോഹിത് ജിയോട് നന്ദി പറയേണ്ടി വരും. തസ്മൈ ഗുരുജിയെ നമ്മൾ പരിചയപ്പെട്ടത് രോഹിത് ജിയിലൂടെയാണ്. അപ്പൊ തസ്മൈ ഗുരുജിയിലേക്ക് വന്നാൽ അസുഖം മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉറച്ചു നിൽക്കുകയാണ് രാവിലെ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി പറയാം പൈസാറെ, ഇത് ഞാനായിട്ട് മാറ്റുന്നു പറയാൻ ഞാൻ ദിവ്യ പുരുഷനായി, ഞാൻ ദിവ്യത്വമുള്ള ആളായിരിക്കും. ഞാൻ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനൊരു സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കാം. അല്ല ഗുരുജി, ആ കാര്യത്തിൽ എനിക്ക് ഗുരുജിയോട് ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്. കാര്യം എന്താ വെച്ചാൽ അങ്ങ് ആയിരക്കണക്കിന് ആളുകളിൽ പരിവർത്തനം നടത്തിയിട്ടുണ്ട്. അത് അങ്ങയുടെ തപശക്തിയാണ്. അത് പൊതു സദസ്സിൽ അങ്ങ് സമ്മതിക്കുക. അങ്ങ് ബ്രഹ്മത്തെ കണ്ട ആളാണ്. ഞാനല്ല എന്ന് പറയണ എന്താണ്? നിങ്ങൾ കേക്ക്. അല്ല, അത് ഒരു മിനിറ്റ്. പൈസാർ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഞാൻ ഗുരു അല്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അല്ല, ഞാൻ ബ്രഹ്മത്തെ കണ്ടിട്ടില്ല. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷേ തസ്മൈ ഗുരുജി അതല്ല. അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം, അതിന്റെ മുൻപ് ജന്മം എല്ലാം അറിഞ്ഞ് ഇവിടെ ഇരിക്കുന്നവരെ സ്കാൻ ചെയ്യാനുള്ള കഴിവുള്ള മനുഷ്യനാണ്. ഇതൊന്നും എൻ്റെ കഴിവിൽപ്പെട്ടതല്ല. ഞാനൊന്നും അറിയണമില്ല. ഈ ഫാൻ അവിടെ നിന്ന് കറങ്ങണ്ട, ആ ഫാനിൻ്റെ ഉള്ളിൽ വൈദ്യുതി ചെന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു യന്ത്രം വെച്ചിട്ടുണ്ട്, അതിൻ്റെ കഴിവും കൊണ്ട് ആ കറണ്ട് തന്നെ എന്ന് പറയാൻ നമ്മൾ വെറുതെ പറയണം. ആ കറണ്ട് അങ്ങ് ഓഫ് ചെയ്താൽ പരിപാടി വരുന്നു ഇല്ലേ? എൻ്റെ ഫീസ് അങ്ങോട്ട് ഊരിയെടുത്താൽ ഞാൻ പിന്നെ ശവമായി. ഇപ്പം ഞാൻ ശിവമാണ്. എനിക്ക് അഹങ്കരിക്കും. ഞാൻ ബ്രഹ്മം അറിയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. ഞാൻ എളിമ പറയണതല്ല. എനിക്ക് ഒന്നും പറയാൻ പാകത്തിനില്ല. ഈ നിമിഷം ഈ ഇരിക്കണ ഇരിപ്പിൽ ഞാനിങ്ങനെ ദീർഘശ്വാസം വലിച്ച് എന്നോട് ഗുരു പറയാണ്, എൻ്റെ ഗുരു മതി തസ്മൈ, നിൻ്റെ പണി നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനിവിടെ ജഡമായിട്ടുണ്ടാവും. അതിന് നിങ്ങൾ സമാധി എന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അതിലും വലിയ സമാധി എന്ന് വിളിക്കുകയോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ജഡമായി. ഇതാണ് റിയാലിറ്റി. പക്ഷെ ഞാനാണെന്നൊരു അഹങ്കാര സ്വരം ഞാൻ പറഞ്ഞാൽ എന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി അവിടെ ഇരിപ്പുണ്ട്. എടാ, നീ നിനക്ക് അഹങ്കാരം വന്നു അല്ലേ, നീ പറഞ്ഞു തുടങ്ങിയില്ലേ നീയാണ് ഇതിൻ്റെ ആളെന്ന്? ഫീസ് ഊരാനും ഒറ്റ കാരണം മതി. അതുകൊണ്ട് ദൈവത്തോർത്ത് എന്നെ അങ്ങനെ പറയരുത്. ഞാനൊരു നന്ദി കേൾക്കാൻ വേണ്ടി ഓടി വന്നത്, അപ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിൽ വാഗ്വാദമായി പോയി. എൻ്റെ ഫീസ് ഊരിക്കാനുള്ള പണി നോക്കുക. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറ്റുമെങ്കിൽ അടുത്ത സ്പിരിച്വൽ വേഴ്സ് സ്വാമിയുടെ ആശ്രമത്തിൽ നമുക്ക് ബാംഗ്ലൂർ വെക്കണം. വരാൻ റെഡിയാണ് ആൾക്കാർ. എൻ്റെ ദൈവമേ, എനിക്കങ്ങനെ ആശ്രമമൊന്നുമില്ല. ഒരു ഓലക്കൂടിൽ കുഞ്ഞതാണ്, ഈ കാണുന്നതൊക്കെ ഉള്ളൂ.
തസ്മൈ ഗുരുജി ഒരു കാര്യം പറയാം. ഞാൻ ഈ വേദിയിൽ വെച്ച് ആദ്യമായിട്ട് പറയാം. സ്പിരിച്വൽ ഹവേഴ്സ് ആദ്യം നടന്നപ്പോൾ ഗുരുജീനെ കണ്ടിരുന്നു. അതിനു മുമ്പും ഗുരുജീനെ നമുക്ക് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. അന്ന് ഞാൻ രോഗി സാറിനോട് പറഞ്ഞൊരിതുണ്ട്, തസ്മൈ ഗുരുജീനെ കാണാനാണ് വളരെയധികം ആൾക്കാർ വരുന്നത്. സാധിക്കുമെങ്കിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ട് ഒരു റൂം റെഡിയാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് തൊഴാനായിട്ട്, ഞാൻ പാദത്തിൽ തൊടാൻ പോയപ്പോൾ അദ്ദേഹം പിടിച്ചു മാറ്റി. അന്ന് പാദത്തിൽ തൊട്ട് തൊടാനായിട്ടുള്ള സാഹചര്യമെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ രോഗി സാറിനോട് അന്ന് തന്നെ ആവശ്യപ്പെട്ടതാണ്. കാര്യം ഇവിടെ വരുന്ന പലരും തസ്മൈ ഗുരുജിയുടെ അനുഗ്രഹം വാങ്ങാനാണ്. അല്ലാന്നങ്ങ് പറയും അത് അങ്ങയുടെ ഇനി ശ്രേഷ്ഠത. അടുത്ത ചോദ്യം എനിക്ക് ഇട്ടു തന്നു. ഈ പാദത്തെ തൊടിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഒരാളുടെ പാദത്തിൽ തൊടണം എന്തിനാ? നമ്മളെക്കാൾ വലിയ ആളാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തൊടണത്. ശരി, അത് തൊടുമ്പോൾ ആ സാധനം അവിടെ അങ്ങോട്ട് വയ്ക്കുക. നമ്മുടെ കൈ കൊണ്ടുവന്ന് സാധനം അങ്ങോട്ട് വയ്ക്കുക, ആ സാധനം അങ്ങോട്ട് വയ്ക്കുക. ഞാൻ പിന്നെ എന്നിട്ട് കാണിച്ചാൽ കളയണത്? നമുക്കത് വേണ്ട. സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. ഗുരുജി സോക്സാണ് ഇട്ട് വന്നിരിക്കണം. കാര്യം പാദത്തെ തൊട്ടാൽ നമ്മുടെ കാർമ്മികം ഏറ്റെടുക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് പല ആൾക്കാരും പാദത്തിൽ തൊടാൻ സമ്മതിക്കാറില്ല, മുട്ടിൽ പോലും തൊടാൻ സമ്മതിക്കില്ല. നമ്മുടെ കാർമ്മികം പോകും, അതിൽ നമ്മുടെ ഈഗോ. പാദത്തിൽ തൊടണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈഗോ ഇട്ടെങ്കിൽ നടക്കുകയില്ല. അതും നമ്മളെപ്പോലെ മനുഷ്യനല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ദൈവം വർക്ക് ചെയ്യുന്നത് മനുഷ്യനിലൂടെയാണ്. അതാണ് സത്യം. നമസ്കാരം. ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. നേരത്തെ ആ ചേച്ചി പറഞ്ഞു ചേച്ചി ഗുരുജിയെ അങ്ങനെ അപ്രോച്ച് ചെയ്തതാണെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ പോയൊരു വ്യക്തിയല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു മെഡിറ്റേഷനിലേക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല. ഞാൻ എൻ്റെ അമ്മേനെ കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ അപ്പോൾ ഗുരുജി പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തോളൂ പറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തത്. അപ്പോഴും എനിക്ക് കംപ്ലീറ്റ്ലി ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാനിതുപോലെ ബാക്ക് മീഡിയയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഗുരുജിയുടെ അടുത്തേക്ക് പോയത്. അമ്മയുടെ കൂടെ പോയതാണ്. അപ്പോൾ അതുപോലെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായി ഞാൻ അറിഞ്ഞത്. അതൊക്കെ മെഡിറ്റേഷനിലൂടെ ക്യൂർ ആയതും ഞാൻ മനസ്സിലാക്കിയത്. അത് എനിക്കൊരു അസുഖം ഉണ്ടത് മാറ്റിത്തരാൻ ഗുരുജിയെ കൊണ്ട് പറ്റും എന്ന ചിന്തയിലല്ല പോയത്. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് അതിൽ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് അതിലൂടെയാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങളും ചേഞ്ചസും വന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. താങ്ക് യു. ആ കുട്ടിയുടെ ഭർത്താവിനാണ് അതിൽ കൂടുതൽ അസുഖം മാറിയേക്കണത്. ഇവർ UK നിന്ന് വെക്കേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവരുടെ അമ്മയെ കൊണ്ട് മെഡിറ്റേഷന് വേണ്ടി കൂട്ടിനാരെങ്കിലും വന്നല്ലോ. അപ്പോൾ ആ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അതിൻ്റേതായ രീതിയിൽ ഇതൊക്കെ എന്തിട്ട് തട്ട് പരിപാടി ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു. പക്ഷേ അനുഭവം കിട്ടിയപ്പോൾ അവരുടെ ഭർത്താവും വന്നു. ഭർത്താവ് മെഡിറ്റേഷൻ ചെയ്തു. അവർക്കാണ് ഇവരേക്കാൾ കൂടുതൽ അനുഭവം. ഭർത്താവ് കൂടെ ഉണ്ടോ? അന്നാ ഒന്ന് മൈക്കോട്. നമസ്കാരം. എന്തൊക്കെ അസുഖം ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. എനിക്ക് ഒരുപാടുണ്ട്. മൈക്ക്. ഓക്കെ, അലർജി ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ അലർജിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. തുമ്മലും കാര്യങ്ങളൊക്കെ എല്ലാം ഒരുപാടുണ്ടായി. പിന്നെ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഉണ്ട്, ലംബാർ സ്പോണ്ടിലൈറ്റിസ് ഉണ്ട്. അപ്പോൾ പണ്ട് എനിക്ക് ചെറിയൊരു മഗ് വരെ പൊക്കാൻ പറ്റുന്നുണ്ടായില്ല, ഒരു 3 years ബാക്ക്. അപ്പോൾ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് അതിൽ ഓരോന്നും ക്യൂറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില സമയത്ത് കഴുത്തിൻ്റെ പെയിൻ കാരണം എനിക്ക് കഴുത്ത് പോലും തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇരിക്കാനായാലും ഓരോ മഗ് വെക്കാനായാലും അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ക്യൂറായെന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുജിയുടെ അനുഗ്രഹത്താലും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്താലും അത് നമുക്കത് മനസ്സിലാവും. ഒരു സൺ മെഡിറ്റേഷൻ ആയാലും മൂൺ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ആ എനർജി വരുന്നത് നമുക്ക് ശരിക്കും ശിരസിലൂടെ വരുന്നത്, ഓരോ നാഡിയിൽ കൂടെ വരുന്നത് ശരിക്കും മനസ്സിലാവും. അതിപ്പോൾ വലിയ പൊലിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് അനുഭവിച്ചറിയേണ്ടതാണ്. ഇതിപ്പോൾ എല്ലാവരും പറയാം ഈ മെഡിറ്റേഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാര്യങ്ങളും. വെജ് ആയാൽ തന്നെ ഒരാളുടെ ഉള്ളിൽ വരുന്ന ചേഞ്ചസ് പറഞ്ഞറിയിക്കാൻ ഉപരിയാണ്. അത് എല്ലാവരും ഫീൽ ചെയ്തറിയണം. എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു. ഒരുപാട് അസുഖങ്ങളുണ്ടായി, അതെല്ലാം മാറി. സ്പോണ്ടിലൈറ്റിസ് ആയിരുന്നു മെയിൻ. താങ്ക് യു. ഞാൻ എല്ലാവരോടും കൂടി പറയാണ്, 1 or 2 കുടുംബമല്ല, 44,000 കുടുംബം ശവക്കറി ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ചെറുതാണോ? ഇതല്ലേ ഗുരുദേവൻ കഷ്ടപ്പെട്ട് ഇവിടെ നടന്ന് വഴി നീളെ തെണ്ടി നടന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്? ആ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പര എന്താ കാണിക്കണത്? കച്ചവടമാണ്, കള്ള് കച്ചവടം നടത്തണമെന്നും മീൻകറി കൂട്ടണമെന്നും ശവക്കറി തിന്നണമെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. SNDPയുടെ എണ്ണം എത്രയാണ്? 7,800 SNDP ഉണ്ട്. ഞാനൊരൊറ്റ ആൾ വിചാരിച്ചിട്ടാണ് 44,000 കുടുംബത്തെ മാറ്റിയത്. ഈ 7,800 SNDP വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ മാറ്റാൻ പറ്റും? ഞാൻ ഈ പറയണത് ശിവഗിരി മഠത്തിലൊരു സ്വാമി ഇത് ഇവിടെ ഇരുന്നിട്ട് പറയാമെന്നിരിക്കട്ടെ, 1,00,000 പേര് ഇന്ന് തന്നെ മാറും.
ആ ചെവികരിലെ സ്വാമി പറഞ്ഞാട്ടോ ഞാൻ നിർത്താമെന്ന് പറയും. ഇല്ലേ? ഞാൻ ആരാ? എനിക്കൊരു അഡ്രസ്സില്ല, എനിക്കൊരു പാരമ്പര്യം പറയാനില്ല. ഈ ഗുരു ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഒരു പാരമ്പര്യം പറഞ്ഞു ഇല്ലേ? കാരണം ആ പാരമ്പര്യത്തിൻ്റെ ശ്ലോകമാണ് വന്നത്. എനിക്കങ്ങനെ പറയാനില്ല. എൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൽ തീർന്നു. അതിൻ്റെ അപ്പുറത്താരാ? ശിവഭഗവാൻ. അല്ല, പോരേന്നുള്ളതല്ല, പുറയിൽ വലിയ സംഭവം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഇല്ല, 100 കോടി ക്ലബ്ബിൽ കയറിയാലേ ഗുരുക്കന്മാർക്ക് വിലയുള്ളൂ. അല്ലാത്ത ഗുരുക്കന്മാരൊന്നും വലിയ ഗുരുവൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ഗുരു, ഇത്രയേ ഉള്ളൂ. തസ്മൈ ഗുരുജി, ഒരുപാട് ടെസ്റ്റിമോണിയൽസ് ആണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്നൊരു സംശയം കൂടെ മനസ്സിൽ വരുന്നുണ്ട്. എങ്ങനെ? ഒരുപാട് ടെസ്റ്റിമോണിയൽസ് ആണ് ഇന്ന് താങ്കൾക്ക് കിട്ടുന്നത്. അയ്യോ, ഇതൊന്നുമല്ല. നിങ്ങൾ എല്ല് പൊടിഞ്ഞു പോണ അസുഖത്തെ പറ്റി കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ആ അസുഖം ബാധിച്ചിട്ട് അവരുടെ കുടുംബത്തിലെ ഈ കുട്ടി ഇപ്പോൾ ഇവിടെ വന്ന് ഈ സംഭവിച്ച കുട്ടിയുടെ വല്യമ്മയുടെ കൊച്ചിന് ഇതേ അസുഖം വന്നിട്ട് മരിച്ചുപോയി. അടുത്ത കൊച്ച് വീൽ ചെയറിലാണ്. അതിൻ്റെ അടുത്ത ഭാഗ്യവാൻ ഈ നിൽക്കണ കൊച്ചായിരുന്നു. ഒന്ന് മൈക്ക് കൊടുത്ത് ആ കൊച്ചു പറയും. അവർ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ബോംബെയിൽ നിന്ന് വന്ന് ഇപ്പോൾ ആശ്രമജീവിയായിട്ട് എൻ്റെ ആശ്രമത്തിൽ ജീവിക്കുക. സകലതും ഉപേക്ഷിച്ചു. കാരണം ആ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നു എങ്കിൽ അവരുടെ കുടുംബം പോയേനെ. നമസ്തേ ഗുരുജി. എൻ്റെ പേര് ശ്രീരാം. ഗുരുജി പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ അസുഖം ബാധിച്ചായിരുന്നു. അത് ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ അസുഖത്തെ പറ്റിയിട്ട് എനിക്ക് അറിയണത്. അപ്പോൾ പെട്ടെന്ന് എന്താണെന്നറിയില്ല, രാവിലെ എണീക്കുമ്പോഴൊക്കെ കാലിന് ഭയങ്കര വേദനയായിരുന്നു. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും എണീക്കുമ്പോഴൊക്കെ നല്ല വേദനയും. അപ്പോൾ അതിങ്ങനെ ഒരു 2-3 ആഴ്ച അങ്ങനെ പോയി. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ആശുപത്രിയിൽ പോകണം. ആശുപത്രിയിൽ പോയതിന് ശേഷമാണ് അറിയണത് എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖമാണ് ബാധിച്ചിരിക്കുന്നത്, എല്ലുപൊടി എന്നൊരു അസുഖമാണ് എന്ന്. അപ്പോൾ അതിന് വലിയ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് എൻ്റെ അമ്മ ഓൾറെഡി SMS മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ക്ലാസ്സിൽ കയറിയതിന് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ മെഡിറ്റേഷനിൽ ഇരുന്ന ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് നല്ല അനുഭവം കിട്ടി. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ വേദനയും അതിൽ തന്നെ മാറി. പിന്നെ 41 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ആസ്ട്രൽ സർജറിയോട് കൂടി പിന്നെ എനിക്ക് നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. എന്താ വെച്ചാൽ വേദന മാറിയതിന് ശേഷവും എനിക്ക് നടക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശരിക്കും നടക്കുന്നുണ്ടായില്ല. പക്ഷേ ഈ 41 ദിവസത്തിൽ ട്രീറ്റ്മെൻറ്റ് നടന്നതിന് ശേഷം എനിക്ക് എൻ്റെ നടപ്പൊക്കെ എല്ലാം ശരിയായി. എനിക്ക് ഇപ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട്. ഇതെല്ലാത്തിനും ഗുരുജിയോട് നന്ദി പറയാണ്. ഇതിലേറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം മനസ്സിലാക്കണം. പുള്ളി പറഞ്ഞത് ഗുരുജിയേ ഉള്ളൂ. എനിക്ക് മുമ്പൊരു പരമ്പര ഉണ്ടായിരുന്നു, ഗുരു പരമ്പര എന്ന് പറയുന്നത്. ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല. ചരക ഗുരുവും ശുശ്രുത ഗുരുവിൻ്റെയും തപസ്സിൻ്റെ തപോബലത്തിൻ്റെ ഫലമാണ് ഈ പറയുന്ന ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ശിഷ്യനും ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിലാണ് മൂക്കില്ല രാജ്യത്ത് മുറിയൊരു മൂക്കൻ രാജാവായിട്ട് നമ്മളെ കിട്ടിയത്. വലിയ കുഴപ്പമില്ലാത്ത ഒരുത്തനാന്ന് മനസ്സിലായി. അപ്പോൾ ശ്രീനാരായണ ഗുരു നമ്മളെ അനുഗ്രഹിച്ചോടുകൂടി മനസ്സിലായി ഈ ഗുരുവിനെ, ഈ ശിഷ്യൻ കുഴപ്പമില്ലാന്ന്. അപ്പോൾ എല്ലാവരും തരാനുള്ള കുറേശ്ശെ നമുക്ക് തന്നു. ഇന്ന് ഭാരതീയ സംസ്കാരത്തിൽ ഇവിടെ ഏത് ഗുരുക്കന്മാർ എന്തെല്ലാം അറിവ് സമ്പാദിച്ചിട്ടുണ്ടോ അതിന് ഒന്നും നമുക്ക് കൊടുക്കണതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ അനുഗ്രഹത്തിൽ കൂടെ കൊടുക്കുകയല്ല. അവൻ്റെ അസുഖം അവനറിയാമായിരുന്നു, അവനെ കൊണ്ടാണ് മെഡിറ്റേഷൻ ഇരുത്തിച്ചത്. ആ മെഡിറ്റേഷനിൽ ആദ്യത്തെ മെഡിറ്റേഷനിൽ തന്നെയല്ലേ ഓപ്പറേഷൻ കിട്ടിയത്. രണ്ടാമത്തെ എത്രാമത്തെ മെഡിറ്റേഷൻ? 41 ദിവസത്തിൻ്റെ ഉള്ളിൽ സർജറി നടന്നു. 41 മെഡിറ്റേഷൻ്റെ ഉള്ളിൽ തന്നെ പുള്ളിക്ക് സർജറി നടത്തുക. അതോ യഥാർത്ഥ സർജറി എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരുന്ന് അനുഭവിക്കുക. ഇവിടെ കീറുണ്ട്, എന്തോ പ്രോസസ്സ് നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ കൈ ലോക്കായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൈ വിടാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ആദ്യം നോക്കിയത് ഇവിടെ വല്ല മുറിവുണ്ടോയെന്നാണ്. ഇതൊന്നും അത്ഭുതമാണെന്ന് വിചാരിക്കണ്ട. ഇഫ് ഐ എം ടോക്കിംഗ് എവറിത്തിങ് ഇൻ ഇംഗ്ലീഷ് യു വിൽ ബിലീവ്. സപ്പോസ് ഐ എം ബ്രിട്ടീഷുകാരനും കൂടിയാണെങ്കിൽ രക്ഷപ്പെട്ടു ഇല്ലേ. സ്വയം സിമ്പിൾ മലയാളി ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് കേൾക്കില്ല എന്നുള്ളത് അറിയാം. ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. കാരണം ഇവിടെ വൈറ്റ് കളറുള്ളവൻ പറഞ്ഞാലേ അംഗീകരിക്കുകയുള്ളൂ. നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെ ആയിപ്പോയി. വൃത്തികെട്ടവൻ അകത്തിടുണ്ട് പുറത്തിട്ടുണ്ട് നടന്നു കഴിഞ്ഞാൽ നാളെ മുതൽ അത് ഫാഷനാണ്. പിച്ചയ്ക്ക് നടക്കണവൻ അതൊരു പുതിയ ഫാഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവന് പൈസ ഇല്ലാത്ത പിച്ചക്കാരനാണ്.
ഈ ഫാഷനും ഈ പറയുന്ന സയൻസും ഇതെല്ലാം ഒരു എന്താണ് കോർപ്പറേറ്റ് വേൾഡിൻ്റെ കയ്യിലിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ഞാൻ ഒന്നിനും എതിരല്ല, അതെല്ലാം അതിൻ്റെ നിലയ്ക്ക് തന്നെ പോട്ടെ. പക്ഷെ ആത്മീയത എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. അല്ലെങ്കിൽ ഒരു കൂട്ടർ വന്ന് നമ്മളെ എന്തൊക്കെയോ ചൊല്ലിച്ചിട്ട് ഇതിങ്ങനെയാണ് ചെത്തിക്കളഞ്ഞേച്ച് പോകും. ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. പറഞ്ഞു. സന്തോഷം ഗുരുജി. എന്തായാലും ഈ ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞതും അദ്ദേഹത്തിനോട് അത്രയും ഒരു അടുപ്പമുള്ളത് കൊണ്ടാണ് അങ്ങനെ പല സമയങ്ങളിലും പല രീതിയിലും നമ്മൾ പറയുന്നത്. സോ 44,000 എന്ന് പറയുന്നത് കേവലം ചെറിയൊരു സംഖ്യയല്ല. അതായത് കേരളത്തിലെ ഒരു ആത്മീയ ഗുരു കാരണമാണ് 44,000 പേര് ഇതിലേക്ക് വരാനിടയായത്. സോ നമ്മുടെ പോപ്പുലേഷൻ്റെ മിനിമം 10% എങ്കിലും തസ്മൈ ഗുരുജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും അതിലേക്ക് നടക്കട്ടെ. അതിലുപരി തസ്മൈ ഗുരുജി നേരത്തെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അസുഖങ്ങൾ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നത് നമ്മുടെ അസുഖങ്ങൾ അനുഭവിച്ച് അടുത്ത തലങ്ങളിലേക്ക് പോകാനല്ലേ ഗുരുജി അല്ലേ. സോ അപ്പോൾ കയ്യിരിപ്പാണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന സോള്, അതായത് നമ്മൾ അവിടുന്ന് റീബർത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സൂപ്പർ ഗൈഡൻസിൻ്റെ പവർ ഇല്ലായ്മ കൊണ്ടാണോ, നമ്മുടെ കഴിവുകേട് കൊണ്ടാണോ, അതോ അറിഞ്ഞുകൊണ്ടാണോ? നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ഞാൻ കടുകട്ടി തരത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളെ ഞാനൊന്ന് താഴേക്ക് കൊണ്ടുവരാം. നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ പിള്ളേരെ അങ്ങോട്ട് ഇങ്ങനെ കൈക്കൊക്കെ തട്ടി ബഹളമൊക്കെ ഉണ്ടാക്കി വഴക്കുണ്ടാക്കുമ്പോൾ ടീച്ചർ പറയും ഡാ പുറത്തിറങ്ങിയെന്ന് ഇല്ലേ. അതെ, ഇത് തന്നെയാണ് നമ്മളും അവിടെ തന്നെ ഉണ്ടായിരുന്നത്. ആ ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവിടെ ഇരുന്ന് ഒരു കുരുത്തക്കേട് കാണിച്ചപ്പോൾ നീ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മളൊന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. അതിങ്ങനെ നമ്മൾ ഓരോ ഫിൽറ്ററിങ് നടന്ന് നമുക്ക് ശരീരം എടുക്കണമെങ്കിൽ ഒരു ഫിൽറ്ററിങ് വേണം. നമ്മൾ ഇന്ന് കുടിച്ച വെള്ളം മൂത്രമായിട്ട് പോകാം, മൂത്രം തന്നെ നാളെ കുടിക്കാൻ നമുക്ക് കിട്ടുന്നത്. നാളെ എന്ന് വെച്ചാൽ നാളെ പിറ്റേ ദിവസമല്ല, അത് ഫിൽറ്ററിങ് നടന്നു വരിക. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഓരോ എനർജിയും അത് ഭാവം മാറി 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 വരുന്നേ ഉള്ളൂ. ഈ ഇലക്ട്രിസിറ്റി ഇവിടെ ഇതിലൊക്കെ കാണുന്ന പോലെ. ഞാൻ വെറുതെ ഉദാഹരണം പറഞ്ഞല്ല, ഞാൻ ജീവിച്ചുകൊണ്ടാണ് അത് പറയണത്. അപ്പം നമ്മളൊരു ജന്മം ഭൂമിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജന്മത്തിന് നമ്മൾ വെളിയിൽ വരുന്നതിന് മുമ്പ് സ്വാമി പറഞ്ഞതുപോലെ അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മുഴുവൻ ഇൻസ്ട്രക്ഷനും തരണ്ട്. നിൻ്റെ പൂർവ്വകാല ജന്മം ഇതായിരുന്നു, നീ ഇങ്ങനെ സിനിമ എന്ന പോലെ നമ്മൾ ഉള്ളിൽ കിടന്ന് അനുഭവിക്കുകയാണ്. അതായത് ഒന്ന് ആലോചിക്കണം, നമുക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും സ്ഥലമില്ല. ചുരുട്ടി കൂട്ടി ഇതിങ്ങനെ വളച്ചൊടിച്ച് വെച്ചേക്കുക. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് ഈ മലമൂത്ര വിസർജനം തന്നെ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ മുഴുവൻ കാര്യം അനുഭവിപ്പിക്കുകയാണ്. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, ആ ടെമ്പറേച്ചറുള്ള വെള്ളം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് പുള്ളിയുടെ അഭ്യാസം മുഴുവൻ. പുറത്ത് കിടക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. വേടൻ പാട്ട് പാടണ പോലെ കഥൻ ഉള്ളിൽ കിടന്ന് ഭയങ്കര ഡാൻസ് ഇതൊക്കെയാണ്. നമ്മൾ പുറത്തിരുന്ന് ആസ്വദിക്കുക. അപ്പോൾ അമ്മ പറയും എനിക്ക് പുളി തിന്നാനായിട്ടെന്ന്. അതിൻ്റെ നീറ്റിലൂടെയും കൊച്ചിനാണ്, അതിൻ്റെ ഇടയിൽ മുളക്, അച്ചാറ്, ഈ സകല ഉപദ്രവവും കൊച്ചിനിട്ടുണ്ട് ഉള്ളിലിട്ട് പീഡിപ്പിക്കുകയാണ്. എന്നിട്ടാണ് അമ്മ പറഞ്ഞ ഞാൻ 10 മാസം ചുവന്നതിൻ്റെ വില നിനക്കറിയില്ല എന്ന്. ഈ കൊച്ചനുഭവിച്ചെന്താണെന്ന് അമ്മയുടെ അടുത്ത് ഒരിക്കൽ പറയാൻ പറ്റിയാണ്ടല്ലോ, അമ്മ ഞെട്ടിപ്പോവും. ഞാൻ തമാശ പറഞ്ഞല്ല, ഒരമ്മയ്ക്കും പറയാനില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഉള്ളിൽ വന്നത്. എന്നിട്ട് ഞങ്ങളെ വെച്ചുകൊണ്ട് വെറുതെ ഓരോ ന്യായം പറയാം. അപ്പം ഞങ്ങളതിൻ്റെ ഉള്ളിൽ കിടന്ന് അനുഭവിച്ചത്രയും നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്കറിയില്ല. അത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു. അനുഭവിച്ച ആളായി പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മളോട് ഇതെല്ലാം പറഞ്ഞു തരികയാണ്. അവസാനം ഭയഭീതി കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടാകുമ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ചവിട്ടിയൊരു ഒറ്റ പുറത്തേക്ക് പോക്കാണ്. അതാണ് നമ്മൾ ഈ മനോഹരമായ പ്രസവം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ സംഭവം ഒന്നും അങ്ങനെ എളുപ്പത്തിൽ നടക്കില്ല. ചവിട്ടി തള്ളി പുറത്തേക്ക് പോരുക. അതിൻ്റെ കരച്ചിൽ കേൾക്കുന്നതോടെ ഉടനെ നമ്മൾ നോക്കുക, ആണാണോ പെണ്ണാണോ. ആണ്. അവിടെ നിന്ന് തൊട്ട് നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങി, പരിപാടികൾ തുടങ്ങി. പിന്നെ കൊച്ചിനെ ആരാദ്യം സ്വീകരിക്കും, ചരട് ആര് കെട്ടും, ഇതൊക്കെ നമ്മൾ ദുഷിപ്പ് പഠിപ്പിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ആ കൊച്ചിൻ്റെ കർമ്മഫലം തുടങ്ങി. എന്നെ കൊണ്ടുപോയത് ഒരു മൊയിലിയാരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ഞാനിന്ന് ബബ്ബ എന്ന് ഏൽപ്പിച്ചുകൊണ്ട് നടന്നേനെ. എന്നെ കൊണ്ടുപോയത് ഒരു ഭാഗ്യത്തിന് കൊണ്ടുപോയത് സനാതന ധർമ്മിയുടെ വീട്ടിലേക്ക് ആയതുകൊണ്ട് ഞാനിതേ ഇന്ന് ഇങ്ങനെ ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ അഗ്രഭാഗം ചെത്തിക്കളഞ്ഞ് എൻ്റെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും കൊണ്ട് നിറഞ്ഞ് എനിക്ക് ധർമ്മമോ അധർമ്മമോ ഒന്നും അറിയാൻ പാടില്ലാണ്ട് ഒരൊറ്റ ഗ്രന്ഥം മാത്രം തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കും. ഒന്ന് മാത്രം പഠിക്കുന്നവൻ മൂടൻ. സകലതിനെ കുറ്റം അറിയുന്നവനാണ് ബ്രഹ്മം അറിയുന്നവൻ. അവന് ബ്രോഡ് മൈൻഡ് ഉണ്ടാവും.
അത് അവൻ്റെ കുറ്റമല്ല. 30 മുക്കോടി ദേവത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സകലത്തിനും ദൈവമായിട്ട് കാണാനാണ്. അല്ലാണ്ട് 6 വയസ്സുള്ളതിൽ ഭാര്യയെയും അതിനെയും തിന്നണം ഇതിനെയും തിന്നണം, ഞണ്ട്, പോത്ത്, താറാവ്, കോഴി, ആട്, പോത്ത് ഇങ്ങനെ തിന്നുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ ദൈവം കാണണേ പിന്നെ? ഇത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കാണ്. ഇന്ന് പറയുമ്പോൾ എനിക്ക് പുകഴ്ത്തി പറയാൻ പറ്റും, അവരും ഇവരും ആ ദൈവം ഈ ദൈവം, എനിക്ക് പറയാൻ പറ്റില്ല. ഈ ബുക്കിനകത്ത് കാണുന്ന 3 ശ്രേഷ്ഠ വ്യക്തികളാ അല്ലേ? ആരാ? ഒന്ന് യേശുക്രിസ്തു, ഒന്ന് ശ്രീകൃഷ്ണൻ, ഒന്ന് ശ്രീനാരായണ ഗുരു. ഇവരുടെ 3 പേരുടെയും ജീവിതം നിങ്ങൾ എടുത്തു നോക്ക്, നിങ്ങൾക്ക് അതിനകത്ത് സിമിലാരിറ്റി കാണാൻ പറ്റും. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ മനുഷ്യൻ ലോക നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചതാണ്. ഒരാളെ കൊണ്ടുപോയി കുരിശിൽ ഇതിങ്ങനെ അടിച്ച് കയറ്റിയിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കാലയിലൊരു മുള്ളു കൊണ്ടാൽ നിങ്ങൾ കാലെടുത്ത് തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കും. എന്ത് ക്രൂരത ചെയ്തിട്ടാ ആ രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ പറയുന്ന ഈ യേശുദേവൻ ജനിച്ച രാജ്യത്തെ വ്യക്തികളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡിസത്തിൻ്റെ അങ്ങറ്റമാണ്. ഇങ്ങനെയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ എനിക്ക് ആനന്ദിക്കാൻ വേണ്ടി കുറച്ച് പേരെ അങ്ങോട്ട് കെട്ടിയിട്ടേച്ച് തീ കൊളുത്തിയിരുന്ന് ആസ്വദിച്ച് ക്ലാസ് എടുക്കും. ആ പച്ചയ്ക്ക് മനുഷ്യൻ്റെ മേത്ത് തുണി ചുറ്റി കത്തിക്കും. അതൊരു ആസ്വാദനമാണ്. മൃഗങ്ങളെ കൊണ്ട് കുത്തിക്കും, എല്ലാവരെയും പിടിച്ച് കുരിശി കയറ്റും. ഇതല്ലേ അവിടെ നടന്നുകൊണ്ടിരുന്ന രീതി? അതുപോലൊരു വ്യക്തിയായിപ്പോയി യേശുക്രിസ്തു. അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മനുഷ്യനെ നാളെ കൊണ്ടുപോയി ഇതെല്ലാം ചെയ്യുന്ന അറിഞ്ഞിട്ടും ഞാനാണെങ്കിൽ ഇതിലിറങ്ങി ഓടിയനെ. ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, പിന്നെ ഞാൻ പറയുകയാണ് ഞാൻ ഓടുന്നു. യേശുക്രിസ്തു നിന്ന് സ്വീകരിച്ചു. യേശുക്രിസ്തു ഭൂമിയിൽ വന്നെങ്ങനെ അതിൻ്റെ അമ്മയിൽ സൂര്യപുത്രനാത്, സൂതപുത്രനല്ല, പ്രകാശത്തിൽ നിന്നുണ്ടായതാ. എന്താ അവർക്ക് സൂര്യപുത്രനാണെന്ന് മനസ്സിലാവാത്തത്? കന്യാസ്ത്രീകൾ എന്തിനു വേണ്ടിയിട്ടാണ് വസ്ത്രം ധരിക്കണത്? അവർ കന്യകയായിട്ട് കാത്തിരിക്കുകയാണ് ഈ ദേവപുത്രൻ ഇനിയും അവരിലൂടെ ജനിക്കുമെന്ന് ധരിച്ചുകൊണ്ട്. ഈ ധർമ്മം പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ അധർമ്മം പൂണ്ട് വിളയാടുന്നത്. ആരെങ്കിലും ഒരാൾക്ക് അധർമ്മിയായിട്ട് ജീവിക്കണമെന്ന് എഴുതിക്കൊണ്ട് ഞാൻ അധർമ്മം പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് അധർമ്മം പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറവശത്ത് പോയിരുന്ന് പ്രചരിപ്പിച്ചോ. ഞാൻ ധർമ്മത്തിൽ ജീവിക്കണം. ഇന്ന് ധർമ്മം പറയാൻ ആൾക്കാരുണ്ട്, അത് പാലിച്ച് ശീലിച്ച് ജീവിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ ധർമ്മം ഇല്ലാണ്ടായി. പറയാൻ മാത്രമേ ആളുള്ളൂ. അച്ഛൻ മക്കളോട് പറയും, മക്കളെ നുണ പറയുന്നുണ്ട്, അപ്പുറം ഇരുന്നേച്ച് പറയും ഞാൻ UK-ലാന്ന്. കൊച്ചു ഞെട്ടിപ്പോവും. അയ്യോ, അപ്പോൾ അച്ഛനല്ലേ പറഞ്ഞ് നുണ പറയുന്നത്? ഇങ്ങനെ ചില അവസരങ്ങളിൽ നുണ പറയാം. ഈ കൊച്ചൊരു കാര്യം ചെയ്യും, തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അമ്മ വിളിക്കും, മോളെ എവിടെയാ? ഞാൻ കമ്പൈൻ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുക. അടുത്തിരിക്കണ പയ്യനൊന്ന് ഞെട്ടും. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചില അവസരങ്ങളിൽ പറയാമെന്ന്. ഈ പെങ്കൊച്ചിനെ പയ്യൻ കെട്ടിക്കഴിയുമ്പോൾ പയ്യനോട് ചോദിക്കും, എടാ നീ എവിടെയാന്ന്? ഞാൻ ഓഫീസിലാന്ന് പറയും. ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കും. അതാരാ പഠിപ്പിച്ചു കൊടുത്ത്? ഇവളാണ്. ഇങ്ങനെയാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സത്യം വദാ ധർമ്മം ചരാന്ന് പറഞ്ഞാൽ സത്യമായിരിക്കണം നമ്മൾ എപ്പോഴും പറയണത്. നമ്മൾ ആചരിക്കുന്നതേ പറയാവുള്ളൂ. ആചരിച്ച് കാണിക്കുന്ന രീതികൾ ഇന്നില്ല, പറയാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം എത്ര നാളായി മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത്? ഏകദേശം ഒരു 3 മാസമായി. 3 മാസം. ഇതുവരെ വന്നോ? ഇല്ല. കണ്ടോ, പറയാൻ ആളുണ്ട്. ഇതാണ് അതിൻ്റെ ഉദാഹരണം. പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുക. ഞാൻ കണ്ട കാലം തൊട്ട് പറഞ്ഞ രോഹിത്തെ ഒന്ന് വരൂ. രോഹിത്ത് പറയും അത് ശരിയാവില്ല ഗുരുജി, എനിക്ക് പല ഗുരുക്കന്മാരുണ്ട്, എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ എന്ത് ചെയ്തു? അല്ല, ഇതിപ്പം രോഹിത്ത് പറഞ്ഞ വളരെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. രോഹിത്ത് വേറെ പല ഗുരുക്കന്മാരോട് നിൽക്കുന്നു, ഞാനും വേറെ ഗുരുവിന്റെ പാത പിന്തുടരുന്നു. അപ്പൊ സോ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് വേറൊന്നിലേക്ക് വരുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. സന്തോഷം. നമുക്ക് നോക്കി, ഇതെല്ലാം ഓരോ നിയോഗമാണ്. അതെ അതെ. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി മോശം എന്നല്ലാട്ടോ പറഞ്ഞു, ഇത് വലിയൊരു പ്രവൃത്തിയാണ്. ഇന്ന് ആർക്കും വേണ്ടാത്തൊരു കാര്യമാണ് ഇങ്ങനെ. നിങ്ങൾ നല്ല വീഡിയോ, ഈ നീളം കുറഞ്ഞ തുണിയിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് ഇതിൽ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടും, എനിക്കറിയാം. പക്ഷേ വ്യൂവേഴ്സ് ഇല്ലാത്ത ഒരു പ്രോഗ്രാം നിങ്ങളിങ്ങനെ ചെയ്തു കൊണ്ടു നടക്കുക. ഇതൊക്കെയാണ് ഭാരതത്തിൻ്റെ ധർമ്മം. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹമുണ്ട്, എന്ത് തന്നെ ചെയ്യണ്ടെങ്കിലും. ആൺകുട്ടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സന്തോഷം.